മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സ്നേഹമിതാശ്ചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ, ക്ഷോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ക്ഷോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം അനുസരിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ നിസ്തുല്യമായ പ്രഭാതവന്ദനം, സ്നേഹവന്ദനം. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം: നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കാണാതെ വിശ്വസിച്ചുകൊണ്ട് കഷ്ടതയുടെ മധ്യത്തിൽ ക്രിസ്തീയ ജീവൻ നയിക്കുന്ന വിശ്വാസികളെ ഇവിടെ പത്രോസ് അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഫലം എന്താണെന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം, വിശ്വാസം മൂലം ലഭിച്ച ആത്മരക്ഷ പ്രാപിക്കുകയും. വിശ്വാസം മൂലം ഒരാൾ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ്. ഈ ആത്മാവിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ അവരനുഭവിക്കുന്ന ആ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂതകാലത്തിൽ അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു കർത്താവിന് ഒരാൾ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നീതീകരണം ലഭിക്കുന്നു, പാപത്തിൻ്റെ ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു, ആത്മാവ് ജീവിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു, വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്നു. ഇങ്ങനെ ഭൂതകാലത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു, അഥവാ അനുദിനം വിശദീകരണം ലഭിക്കുന്നു. വിശുദ്ധമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പഴയ പാപത്തിന്റെ മാലിന്യങ്ങൾ നീങ്ങിപ്പോയി, പഴയ പാപ സ്വഭാവങ്ങൾ നീങ്ങിപ്പോയി, പഴയ പാപ പ്രവൃത്തികൾ ഇപ്പോൾ ചെയ്യുന്നില്ല. ഹൃദയത്തിലൊരു സമാധാനം, ഹൃദയത്തിലൊരു സന്തോഷം, ഇതൊക്കെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ ദേഹി ഓരോ ദിവസവും കഴിയും തോറും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഭാവിയിലോ ആത്മാവിന്റെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കാൻ പോവുകയാണ്. അവരുടെ രക്ഷയുടെ അനന്തരഫലമായിട്ട് കർത്താവിൻ്റെ വരവിങ്കൽ അവരുടെ ശരീരത്തിന് രക്ഷ ലഭിക്കുന്നു. താഴ്ചയുള്ള ശരീരം മാറുന്നു, കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അന്യോമായി രൂപാന്തരം പ്രാപിക്കുന്നു, തേജസ്സുള്ള ശരീരം ലഭിക്കുന്നു. നിത്യമായ ആ രാജ്യത്തിലേക്ക്, കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു, നിത്യാനന്ദം ലഭിക്കുന്നു. ഇതാണ് രക്ഷയുടെ ഭാവികാലം. ഈ രക്ഷ ലഭിക്കാത്തവർ, ഈ രക്ഷിതാവിനെ തള്ളിക്കളഞ്ഞവർ, ഈ രക്ഷ വേണ്ടെന്ന് വെച്ചവർ താൽക്കാലികമായ ലോകസുഖങ്ങളിലും താൽക്കാലികമായ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലും മനുഷ്യരെയും ഈ ലോകത്തിലെ മതങ്ങളെയും ഒക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോയവർ പാപത്തിന് ശിക്ഷയാകുന്ന നിത്യനരകത്തിൽ തള്ളപ്പെടുമ്പോൾ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിച്ചവർ അവർ നിത്യകാലം ആനന്ദിക്കുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കണ്ട, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷയിലുള്ളതായ മഹത്വം കാണുക, ഈ രക്ഷയുടെ വലിപ്പം കാണുക, നിങ്ങളുടെ ഭാവി എത്ര ശോഭനമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി
ആ രക്ഷയിൽ സന്തോഷിക്കുകയും ആ രക്ഷിതാവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. പാപത്തിന്റെ ആ ശക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവകൃപയാൽ പാപം ചെയ്യാതെ വിശുദ്ധിയും നയിക്കുക. അങ്ങനെ രക്ഷയിൽ വളരുക. വചനമെന്ന മായമില്ലാത്തതായ പാല് കുടിച്ച് രക്ഷയിൽ വളരുക. അങ്ങനെ രക്ഷയിൽ വളരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മഹിമയുള്ളതും പറഞ്ഞു തീരാത്തതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം ലഭിക്കുന്നത്? ഒന്നാമത്, ഈ സന്തോഷം ഇത് പറഞ്ഞു തീരാൻ കഴിയാത്തതാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം ഉള്ളിലുള്ള സന്തോഷം അങ്ങ് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം പരിധികളില്ലാത്ത സന്തോഷമാണ്. എന്താണ് കഴിഞ്ഞ നാളുകളിൽ രക്ഷയിലൂടെ ലഭിച്ചതായ ആ വലിയ വിടുതൽ ഓർക്കുമ്പോൾ, ഇപ്പോൾ രക്ഷയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിടുതലിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഭാവിയിൽ രക്ഷയിലൂടെ ലഭിക്കാൻ പോകുന്ന ആ സന്തോഷം, ആ പ്രതിഫലം, ആ രക്ഷിതാവിനെ കണ്ടുമുട്ടിയത് മൂലം ലഭിക്കാൻ പോകുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, അത് ഓർക്കുമ്പോൾ പറഞ്ഞു തീരാൻ കഴിയാത്തതായ, പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു സന്തോഷം അനുഭവിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. സന്തോഷം ആനന്ദത്തിലേക്ക് വഴിമാറുകയാണ്. നമുക്കറിയാം, ആനന്ദം ഒരിക്കലും സാഹചര്യങ്ങളെ അനുസരിച്ചല്ല. കഷ്ടതയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തോട് പറയുക, നിങ്ങൾ ഈ കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷിക്കണം. കാരണം ഈ കഷ്ടതയുടെ മധ്യത്തിൽ കരുതുന്ന കർത്താവിനെ കാണാൻ സാധിക്കും. അബ്രഹാമിന്റെ കാര്യം എടുത്തു നോക്കിയാൽ, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ, ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ, അതനുസരിച്ചപ്പോൾ, ആ പരീക്ഷയിലൂടെ മുന്നോട്ട് പോയി ആ പരീക്ഷയെ ജയിച്ചപ്പോൾ, ദൈവം കരുതുന്ന ദൈവത്തെ കാണാൻ കഴിഞ്ഞു. യഹോവ ഇതേ എന്നനുഭവിക്കാൻ ഇടയായി. ഇപ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിലേക്ക് നോക്കുക, കർത്താവിനെ കഷ്ടം ഏറ്റ കർത്താവിനെ നോക്കുക. കർത്താവ് പറഞ്ഞു, ഈ കർത്താവ് അവരെ വിട്ടുപോകാൻ നോക്കിയപ്പോൾ അവർക്ക് ദുഃഖമുണ്ടായി. കർത്താവ് പറഞ്ഞു, നിങ്ങളിപ്പോൾ ദുഃഖിക്കുകയാണ്, വിലപിക്കുകയാണ്, ലോകം സന്തോഷിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ദുഃഖം മാറും, നിങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ എന്നെ കാണും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഭാവിയിൽ കർത്താവിനെ കാണാം, കർത്താവ് ഈ കർഷക മധ്യത്തിൽ നമ്മെ കരുതും എന്നുള്ളതായ ചിന്തയിൽ നമ്മൾ സന്തോഷിക്കണം എന്നാണ്. മാത്രമല്ല, ഈ സന്തോഷം ആരും എടുത്തു കളയുന്നതല്ല. നിങ്ങളുടെ സന്തോഷം ആരും എടുത്തു കളയത്തില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇത് നിലനിൽക്കുന്ന സന്തോഷമാണ്. നിത്യത മുഴുവൻ സന്തോഷിക്കാൻ പിതാവിന്റെ ഭവനത്തിൽ കർത്താവിനോടുകൂടെ ആനന്ദിക്കാനായിട്ട് പോവുകയാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ പത്രോസിനോട് പറയുകയാണ്, കഷ്ടതയിൽ നിങ്ങൾ ആ കഷ്ടതയിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കാതെ കഷ്ടതയിൽ കരുതുന്ന കർത്താവിലേക്ക് ശ്രദ്ധ തിരിക്കുക. കഷ്ടതയുടെ മധ്യത്തിൽ ആ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. മഹിമയുള്ള സന്തോഷമാണ്. ഈ ലോകത്തിലുള്ള സന്തോഷമൊക്കെ താൽക്കാലികമാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ചതാണ്, അതൊക്കെ അവസാനിക്കുന്നതാണ്, അതൊക്കെ പെട്ടെന്ന് ദുഃഖമായിട്ട് മാറാം. എന്നാൽ ഇത് മഹത്വമേറിയ സന്തോഷമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർഗീയ മഹത്വത്തിൽ ലഭിക്കുന്ന സ്വർഗീയ മഹത്വത്തിലുള്ള സന്തോഷമാണ്, നിത്യകാലം നിലനിൽക്കുന്ന സന്തോഷമാണ്, മഹത്വമേറിയ തേജസ്സേറിയ സന്തോഷമാണ്, ആത്മീയ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ ആനന്ദിക്കാം, ആ രക്ഷയിൽ ആനന്ദിക്കാം, ആ രക്ഷാനായകനെ നോക്കി പാർത്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവൻ നയിക്കാം. കഷ്ടതയിലും കർത്താവിൽ ആശ്രയിച്ച് സന്തോഷമുള്ള ആനന്ദമുള്ള ഒരു ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആഴമാരായ്വതിനാരറിവോ ആയിരം നാവുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ ഏതുമൊരംശമുരച്ചിടുവാ പാരിതിലാർക്കെഴുതോ ഏതുമൊരംശമുരച്ചിടുവാ പാരിതിലാർക്കെഴുതോ. സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ക്ഷോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ
ശോണിതലേ ഞാനിന്നും പാടും ഈ ദിവ്യ സ്നേഹത്തെ.